ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും പരമാവധി കാർബൺ നിർഗമനം കുറയ്ക്കുന്ന ജീവിതം പിന്തുടരണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ദുരിതമനുഭവിച്ച് ചെറുകരത്താഴം പ്രദേശവാസികൾ. റിയാദ് ഡയസ്പോറയുടെ റിയാദ് റൂട്ട്സ് റീയൂണിയൻ ഓഗസ്റ്റ് 17 കോഴിക്കോട്ട്. ആറുവരി പാതയ്ക്ക് കുറുകെ അടിപ്പാത ആവശ്യപ്പെട്ടും ഹൈവേ കെട്ടിയടച്ചതിൽ പ്രതിഷേധവുമായി നിസരി ജംഗ്ഷനിൽ ധർണ. 2 വർഷം കൊണ്ട് 2 ഭൂഖണ്ഡങ്ങളിലെ 30 രാജ്യങ്ങളിലായി സൈക്കിൾ യാത്ര പൂർത്തീകരിച്ച് ഫായിസ് അഷറഫ് അലി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോഴും പരമാവധി കാർബൺ നിർഗമനം കുറയ്ക്കുന്ന ജീവിതം അവലംബിക്കണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഹരിതഭവനം പൂർത്തീകരണ പ്രഖ്യാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. ഭൂമി നമ്മുടെ വീടാണ്. എല്ലാ ജീവജാലങ്ങളുടെയും തറവാട്. ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന ഹരിതഭവനം പദ്ധതിയിൽ 1000 ഹരിതഭവനങ്ങൾ പൂർത്തിയാക്കിയതിന്റെ പ്രഖ്യാപനം കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. ബയോ വേസ്റ്റ് എന്താണ്, നോൺ ബയോ വേസ്റ്റ് എന്താണ്, അതെല്ലാം കൺസെപ്റ്റ് നമുക്ക് നിങ്ങൾക്ക് ഈ ഏജിലെ എക്സ്പോഷർ ആണെങ്കിൽ യു വിൽ ബി ബെറ്റർ എക്വിപ്ഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. കാരണം ഫ്യൂച്ചറിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഒരു എൻവയറമെന്റിലെ ഹൈ പ്രഷറിലേക്ക് സിറ്റുവേഷൻ ഉണ്ട്. ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് റൈസിംഗ്, ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിച്ച് 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, എലത്തൂർ CMC ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കും ഏറ്റവും കൂടുതൽ ഹരിതഭവനങ്ങൾ സൃഷ്ടിക്കാൻ നേതൃത്വം നൽകിയ സ്കൂൾ കോർഡിനേറ്റർ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ MS ജിസ്മയ്ക്കും അധ്യാപകർക്ക് പരിശീലനം നൽകിയ ബാബു പറമ്പത്തിനും മാതൃകാപരമായ ഹരിതഭവനം സൃഷ്ടിച്ച 3ാം ക്ലാസ്സുകാരി ദേവിക ദീപകിനും ഉപഹാരങ്ങൾ നൽകി. DDE മനോജ് മണിയൂർ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ വരുൺ ഭാസ്കർ, ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ M ഗൗതമൻ, പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടേക്കണ്ടി നാരായണൻ, ബാബു പറമ്പത്ത്, മണലിൽ മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തത് കാരണം ദുരിതമനുഭവിക്കുകയാണ് എളേറ്റിൽ ചെറുകരത്താഴം പ്രദേശവാസികൾ. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന റോഡ് നന്നാക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഒരു പ്രദേശത്തെ വീട്ടുകാർ ഒന്നടങ്കം ദുരിതത്തിലായിരിക്കുകയാണ്. എളേറ്റിൽ കിഴക്കോത്ത് പഞ്ചായത്തിലെ ചെറുകരത്താഴം പ്രദേശത്തെ 20ഓളം വീട്ടുകാരാണ് ദുരിതത്തിലായത്. ഈ റോഡിന് പോയിക്കൂടാ, ഇതിൻ്റെ മറ്റേ ഭാഗം പോയിക്കൂടാ, ആ അവസ്ഥയാണ് ഈ നാട്ടിലുള്ളത്. ഇവിടെയുള്ള നാട്ടുകാരൊക്കെ അതിനെപ്പറ്റി ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, എന്നാൽ അതിന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും അതിന് സാധിച്ചു. വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സ്കൂൾ, മദ്രസ, ഹോസ്പിറ്റൽ എന്നീ സ്ഥലങ്ങളിലെത്തണമെങ്കിൽ ഒരു വാഹനം പോലും ഈ പ്രദേശത്തേക്ക് വരുന്നില്ല. 1/2 കിലോമീറ്ററോളം നടന്നാണ് വിദ്യാർത്ഥികൾ വാഹനത്തിൽ കയറി സ്കൂളുകളിലേക്ക് പോകുന്നത്. യാത്ര മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾ ഇതിലൊക്കെ വീണ് കഴിഞ്ഞിട്ട് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ പ്രായം കൂടിയ ആൾക്കാരുടെ രോഗികളുണ്ട്.
പിന്നെ പല രീതിയിലുള്ള ജനങ്ങൾ, ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഇവിടുന്ന് മേലോട്ട്. ഒരാൾക്കും വരാനോ പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലൊന്നും ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനോ ഒരു രോഗിയിൽ ഓട്ടോറിക്ഷ പോകാനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അത്രയും വലിയ പ്രയാസത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ. എത്രയും പെട്ടെന്ന് ഇതൊന്ന് നന്നായി കിട്ടുക എന്നുള്ളൊരു ആവശ്യം ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഇത് വേറെ ഒരു പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതൊന്നുമല്ല. എത്രയും പെട്ടെന്ന് നന്നായി കിട്ടണം. ഇതിൻ്റെ ആൾക്കാരോട് പറഞ്ഞിട്ടൊന്നും അവർക്ക് യാതൊരു മൈൻഡും ഇതുവരെ ഇല്ല. അപ്പോൾ നമുക്കത് നന്നായി കിട്ടാനാണ് നമ്മൾ ആവശ്യം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം. 10-25 വീട്ടുകാരുണ്ട് ഇവിടെ മുകളിൽ. അപ്പോൾ അവർക്കൊക്കെ കുറ്റങ്ങളുണ്ടാവും വീട്ടിലൊക്കെ. അപ്പോൾ ഇത്രയും ആളുള്ളൊരു പെടുങ്ങിൽ കൂടെയാണ് ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്നത്. ചെറിയ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഇതിനെന്തൊരു പരിഹാരം? ന്യൂസ് ബ്യൂറോ, നരുക്കുനി. റിയാദ് ഡയസ്പോറ സംഘടിപ്പിക്കുന്ന ആദ്യ റിയാദ് റൂട്ട്സ് റീയൂണിയൻ ഓഗസ്റ്റ് 17 നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. രാഷ്ട്രീയ പ്രവാസ മേഖലകളിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. റിയാദിൽ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, വ്യാവസായിക, ജീവകാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിച്ച ഒട്ടേറെ പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന ഒരു സംഗമമാണ് നാളെ കടവിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 1970 മുതൽ 2024 നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ റിയാദിലുണ്ടായിരുന്ന പ്രവാസി സമൂഹത്തിലെ ഈ പറഞ്ഞ മേഖലകളിൽപ്പെട്ട പ്രഗത്ഭരായവരെ ഒത്തൊരുമിച്ചു ചേരുന്ന ഒരു സംഗമവേദി. അത് പിന്നീട് നമ്മൾ പ്രവാസ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗം കൂടിയാണ്. റിയാദിലും അതിനോടനുബന്ധിച്ചുള്ള ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പ്രവാസ ജീവിതം നയിച്ച മലയാളികളുടെ കൂട്ടായ്മയായ റിയാദ് ഡയസ്പോറ സംഘടിപ്പിക്കുന്ന റിയാദ് റൂട്ട്സ് റീയൂണിയൻ ആഗോള സംഗമം ഓഗസ്റ്റ് 17 കടവ് റിസോർട്ടിൽ നടക്കുമെന്ന് റിയാദ് റൂട്ട്സ് സാരഥികൾ അറിയിച്ചു. സാംസ്കാരിക സമ്മേളനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. പ്രവാസത്തിന്റെ ഓർമ്മകൾ പങ്കുവെച്ച് കലാപരിപാടികളും റാസ ബീഗത്തിന്റെ ഗസൽ കച്ചേരിയും ഉണ്ടാകും. പ്രവാസം ആരംഭിച്ചതു മുതൽ ഇന്ന് വരെ റിയാദ് പ്രവാസി സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ അടയാളപ്പെടുത്തിയവരെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് സംഗമം ലക്ഷ്യമിടുന്നതെന്ന് ഷക്കീബ് കൊളക്കാടൻ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ അഷറഫ് വേങ്ങാട്ട്, ജില്ലാ കൺവീനർ നാസർ കാരന്തൂർ, ചീഫ് കോർഡിനേറ്റർ നൌഫൽ പാലക്കാടൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 78ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് സ്ഥാപനങ്ങളും സംഘടനകളും വിവിധ കേന്ദ്രങ്ങളിൽ ദേശീയ പതാക ഉയർത്തി. സന്തോഷ സൂചകമായി മധുരം വിതരണം ചെയ്തു. കോഴിക്കോട് സൗത്ത് മണ്ഡലം INL കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ നടത്തി. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പരിസരത്ത് സംസ്ഥാന പ്രസിഡന്റും മണ്ഡലം MLA-യുമായ അഹമ്മദ് ദേവർകോവിൽ ദേശീയ പതാക ഉയർത്തി. ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് TP കുഞ്ഞാദു, C അബ്ദുറഹീം, T നൌഷാദ്, ഷംഷീർ കുറ്റിച്ചിറ, P സാലിം, VK മുഹമ്മദ്, ഹനീഫ തുടങ്ങിയവരും സംസാരിച്ചു. മൊകവൂർ സേവന റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു.
അസോസിയേഷൻ പ്രസിഡന്റ് KT അരവിന്ദാക്ഷൻ ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഷൈജ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. രഹന സുനിൽ, KM നിതീഷ്, അബിൻ A അരവിന്ദ്, K ദേവി, ലക്ഷ്മി KT, അസോസിയേഷൻ സെക്രട്ടറി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി. വന്ദേ ഭാരത്, ഭാരത് മാതാ കി ജയ്. നടുവട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ മാസ്റ്റർ പതാക ഉയർത്തി. മുതിർന്ന നേതാവ് KV ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് N ബ്രിജേഷ് അധ്യക്ഷത വഹിച്ചു. PK സാമേഷ്, C ഷാബു, KV വിബീഷ്, KT ഷബാസ്, മുജീബ് നടുവട്ടം, KV വിജീഷ്, TK അരുൺ, CV ബാബു എന്നിവരും സംസാരിച്ചു. കരം പടർത്തി ഇന്ത്യൻ ജനതയെ തമ്മിലടിപ്പിക്കുന്ന വർഗീയ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി നേരിടുമെന്ന്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 9ാമത് സംസ്ഥാന യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 3 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടക്കും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി വിവിധ പ്രായങ്ങളിൽപ്പെട്ടവർ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. കേരളത്തിലെ മറ്റ് കായിക ഇനങ്ങളെപ്പോലെ തന്നെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും യോഗാസന സ്പോർട്സിന് ലഭിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി യോഗാസന സ്പോർട്സ് ഐറ്റമായി കേരളത്തിലെ ഇപ്പോഴത്തെ ശ്രീമാൻ പിണറായി വിജയന്റെ സർക്കാരാണ് അംഗീകരിച്ചത്. 2016 ഫെബ്രുവരി മാസത്തിലാണ് യോഗാസനയെ ഒരു സ്പോർട്സ് ഐറ്റമായി ഇന്ത്യയിൽ ആദ്യമായി അംഗീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റിനും പിന്നെ അതിന് ശേഷമാണ് സ്പോർട്സ് ഐറ്റമായി യോഗാസന അംഗീകരിച്ചത്. 9ാമത് കേരള സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ യോഗാസന സ്പോർട്സ് മത്സരങ്ങൾ ഓഗസ്റ്റ് 18, 19, 20 തീയതികളിൽ കോവൂർ P കൃഷ്ണപിള്ള സ്മാരക കൺവെൻഷൻ സെന്ററിൽ നടക്കും. 750ഓളം കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. ഓഗസ്റ്റ് 18 പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ഓഗസ്റ്റ് 20 നടക്കുന്ന സമാപന സമ്മേളനം മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകരായ അഡ്വക്കേറ്റ് B ബാലചന്ദ്രൻ, ഡോക്ടർ K രാജഗോപാൽ, A രാമാനന്ദൻ തുടങ്ങിയവർ അറിയിച്ചു. ആർട്ടിസ്റ്റിക്, സിംഗിള്, റിഥമിക്, ഫ്രീ ഫ്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഡാൻസ് ഐറ്റംസ്, നമ്മുടെ ഈ ജിംനാസ്റ്റിക്സിന്റെ കുറച്ച് ഐറ്റം അതുപോലെയൊക്കെ നമുക്ക് തോന്നാം. ബോഡിയുടെ മെയ്വഴക്കവും എല്ലാം നല്ല മനോഹരമായി ചിത്രീകരിക്കുന്ന ഡാൻസ് ഐറ്റംസും ഇതുമായി ബന്ധപ്പെട്ട് മത്സര ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. QPMPA ക്യൂപ്പിക്കോൺ 2024 സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 17-നും 18-നും സംഘടിപ്പിക്കും. സെമിനാർ, ടോക്ക് ഷോ, ലെക്ചർ സെഷൻ, സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് പ്രധാനമായും നടക്കുക. സുവർണ ജൂബിലി ആഘോഷം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. 2 ദിവസത്തിൽ ആദ്യത്തെ ദിവസം നിങ്ങൾ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ IPCക്ക് പകരമായിട്ട് വന്നിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, പിന്നെ ഡോക്ടേഴ്സ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന കുറേ എന്താ പറയുക സമ്മർദ്ദങ്ങൾ, ആക്രമണങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള ടോക്ക് ഷോ, പിന്നെ ആസ്പത്രികൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടുള്ള പാനൽ ഡിസ്കഷൻ, അത് കൂടാതെ തുടർ വിദ്യാഭ്യാസ പരിധിയിൽ സ്പെഷ്യാലിറ്റി തരംതിരിച്ച് ഓരോ സ്പെഷ്യാലിറ്റിയിലും ഓരോ വിശേഷ വ്യക്തികളെ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ക്വാളിഫൈഡ് പ്രൈവറ്റ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ 50ാം വാർഷികാഘോഷം സുവർണ സംഗമം ഓഗസ്റ്റ് 17-നും 18-നും നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഡോക്ടർ MP അബ്ദുസമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. ഗ്രാമീണ മേഖലയിലെ ചെറുകിട ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ സംരക്ഷിക്കുക എന്നതാണ് QPMPA ലക്ഷ്യമിടുന്നതെന്നും ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കാമെന്ന് സമ്മേളനം ചർച്ച ചെയ്യുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അനീസ് അലി, വൈസ് പ്രസിഡന്റ് ഡോക്ടർ റോയ് വിജയൻ, സംഘാടക സമിതി സെക്രട്ടറി ഡോക്ടർ മോഹൻ സുന്ദരം, ചെയർമാൻ ഡോക്ടർ ഹംസ തയ്യിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 2 വർഷം കൊണ്ട് 2 ഭൂഖണ്ഡങ്ങളിലെ 30 രാജ്യങ്ങളിലായി 23,000 കിലോമീറ്റർ സൈക്കിളിൽ സഞ്ചരിച്ച ഫായിസ് അഷറഫ് അലി യാത്ര വിജയകരമായി പൂർത്തീകരിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ അദ്ദേഹം യാത്രാനുഭവങ്ങൾ വിശദീകരിച്ചു. ഈ യാത്രയിൽ 30 രാജ്യങ്ങൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. സഞ്ചരിച്ച രാജ്യങ്ങൾ ഇന്ത്യ, ഒമാൻ, UAE, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ്, ഇറാൻ, അർമേനിയ, ജോർജിയ, ടർക്കി, ഗ്രീസ്, നോർത്ത് മാസിഡോണിയ, സെർബിയ, ക്രൊയേഷ്യ, സ്ലോവേനിയ, ഹംഗറി, സ്ലോവാക്യ, ഓസ്ട്രിയ, ചെക്ക് റിപ്പബ്ലിക്, പോളണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, നെതർലാൻഡ്, ബെൽജിയം, UK, ഫ്രാൻസ്. ഫ്രാൻസിലെ ഒളിമ്പിക്സിലാണ് റൈഡ് അവസാനിപ്പിച്ചത്. 2022 ഓഗസ്റ്റ് 15 തിരുവനന്തപുരത്ത് നിന്നും മന്ത്രി ശിവൻകുട്ടിയാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഒട്ടേറെ നേട്ടങ്ങളും റെക്കോർഡുകളും സ്വന്തമാക്കിയാണ് യാത്ര പൂർത്തീകരിച്ചതെന്ന് റോട്ടറി സൺറൈസ് സാരഥികൾ പറഞ്ഞു. ലണ്ടൻ പാർലമെന്റിന്റെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഭാരത് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം നേടിയ യാത്ര ഖത്തറിന്റെ ഹയ്യാക്കാടിന്റെ ചെക്ക് ഇൻ സ്റ്റാമ്പും കരസ്ഥമാക്കി. പാരീസ് ഒളിമ്പിക്സിനും സാക്ഷിയായ ശേഷമാണ് യാത്ര വിജയകരമായി പൂർത്തീകരിച്ചതെന്ന് റോട്ടറി സാരഥികൾ പറഞ്ഞു. ലോകസമാധാനവും ആരോഗ്യ സംരക്ഷണവും പ്രചരിപ്പിച്ചുകൊണ്ടാണ് വിവിധ രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചതെന്ന് സഞ്ചാരി ഫായിസ് അഷറഫ് അലി വിശദീകരിച്ചു. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി കാലിക്കറ്റ് സൺറൈസ് പ്രസിഡന്റ് ഇബ്രാഹിം P, സെക്രട്ടറി റോഷൻ ജോൺ, പാസ്റ്റ് പ്രസിഡന്റ് അബ്ദുൾ ഹസീഫ്, അതുൽ സാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാമനാട്ടുകര നിസരി ജംഗ്ഷനിൽ 6 വരി പാതയ്ക്ക് കുറുകെ അടിപ്പാത ആവശ്യപ്പെട്ടും നിലവിലെ ഹൈവേ കെട്ടിയടക്കലിൽ പ്രതിഷേധിച്ചും സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷേധ ധർണ നടത്തി. നിസരി അണ്ടർപാസ് ജനകീയ സമരസമിതിയാണ് അധികൃതർക്കെതിരെ പ്രതിഷേധിച്ചത്. പാലക്കാംപറമ്പിലെ ഭവൻസ് വിദ്യാമന്ദിർ, ലോ കോളേജ്, BEd കോളേജ്, പാലക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രം, ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ, MM ഹോസ്പിറ്റൽ, പൊതുവിതരണ കേന്ദ്രം, വൈകുണ്ഠം മഹാവിഷ്ണു ക്ഷേത്രം, ചമ്മലിൽ ജുമാ മസ്ജിദ്, ഇത്തിളാംകുന്നിലെ നെസ്റ്റ് പബ്ലിക് സ്കൂൾ, ഇർഷാദിയ അറബി കോളേജ് എന്നീ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴികളും രാമനാട്ടുകരയിൽ നിന്നും വന്നു ചേരുന്ന പഴയ NH റോഡും കൊട്ടിയടച്ച നിലയിലാണ്. ഇതിനെതിരെയാണ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷേധിച്ചത്. ഡൽഹിയിലെ ദേശീയപാത അധികാരികളാണ് ജംഗ്ഷനിലെ കാര്യം തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവസാനം വഴി കൊട്ടിയടയ്ക്കുകയാണ് ഉണ്ടായതെന്നും ഇതിനെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സമരസമിതി അറിയിച്ചു. ധർണാ സമരം രാമനാട്ടുകര മുനിസിപ്പൽ ചെയർപേഴ്സൺ ബുഷറ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം രാമനാട്ടുകര നഗരസഭ കോഴിക്കോട് MP MK രാഘവൻ അവர்களോടും അതേപോലെ തന്നെ റിയാസ് മിനിസ്റ്റർ എന്നിവരുടെയും ശ്രദ്ധയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ MP മുഖേന ഡൽഹിയിലെ ഓഫീസിലേക്കും അതേപോലെ തന്നെ കൊച്ചിയിലെ ഓഫീസിലേക്കും എല്ലാം നമ്മൾ നഗരസഭ ലെറ്ററുകൾ അയച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 31 നഗരസഭ ഓഫീസിൽ വെച്ച് NH ഉദ്യോഗസ്ഥന്മാരും MP ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് നടത്താമെന്ന് MP അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കൂട്ടായ്മയുടെ സമരം വിജയിക്കുന്നത് വരെ നഗരസഭ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. 17ാം വാർഡ് കൗൺസിലർ K പുഷ്പ അധ്യക്ഷയായിരുന്നു. സമരസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് V മോഹനൻ, വൈസ് ചെയർമാൻ സുരേഷ് K, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ലത്തീഫ്, കൗൺസിലർമാരായ ജുവൈരിയ CK, അഫ്സൽ എന്നിവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. ശബ്ദശ്രാവ്യ രംഗത്തെ രോഗനിർണയ വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്ന സംസ്ഥാനതല ഓഡിയോളജി ഏകദിന ശില്പശാല ഓഗസ്റ്റ് 18 കോഴിക്കോട്ട് നടക്കും. അസന്റ് ENT മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷറഫുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓഡിയോളജിസ്റ്റിന്റെ ഒരു സംസ്ഥാനതല ശില്പശാല സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഏകദേശം 200ഓളം ഓഡിയോളജി പ്രൊഫഷണലിസ്റ്റുകളും സ്റ്റുഡൻസുകളും പങ്കെടുക്കുന്നുണ്ട്. ഈ ചടങ്ങിൽ ഇന്ത്യയിലെ ഓഡിയോളജി വിഭാഗത്തിലെ ടിനിറ്റസ് എന്ന രോഗാവസ്ഥയുടെ രോഗനിർണയവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്ന ഏകദേശം 5ഓളം പ്രഗത്ഭരാണ് ക്ലാസ് എടുക്കുന്നത്.
സമൂഹത്തിൽ നിരവധി പേരിൽ കണ്ടുവരുന്ന ടിനിറ്റസ് എന്ന രോഗാവസ്ഥയുടെ മൂല്യനിർണ്ണയവും രോഗപരിപാലനത്തിലും ഓഡിയോളജി വിഭാഗം നേരിടുന്ന വെല്ലുവിളികൾ ഓഡിയോളജി സംസ്ഥാനതല ശില്പശാല ചർച്ച ചെയ്യും. ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സഹകരണത്തിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. കോൺഫറൻസിന്റെ ഭാഗമായി പ്രൊഫഷണലുകൾക്ക് ക്വിസ് മത്സരവും പോസ്റ്റർ മത്സരവും നടക്കും. വിജയികൾക്ക് ക്യാഷ് അവാർഡും മികച്ച പോസ്റ്റർ ജേതാവിന് സ്വർണ്ണ മെഡലും സമ്മാനിക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 200ഓളം പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുക്കുമെന്ന് ഓർഗനൈസിംഗ് ചെയർമാൻ പ്രശാന്ത്, അസന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഷിനോജ് തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. നികുതി കുടിശ്ശിക തീർപ്പാക്കൽ പദ്ധതി വിജയിപ്പിക്കുന്നതിന് 7 നിർദ്ദേശങ്ങൾ അടങ്ങിയ നിവേദനം GST ഫെസിലിറ്റേഷൻ സംസ്ഥാന സമിതി അംഗം ഷവലിയാർ സി ചാക്കുണ്ണി GST ജോയിന്റ് കമ്മീഷണർ OB ഷൈനിക്ക് നൽകി. സർക്കാരിനും നികുതി കുടിശ്ശികക്കാർക്കും ഒരുപോലെ ഗുണകരമായ ഈ പദ്ധതി വിജയിപ്പിക്കാൻ അസോസിയേഷൻ ഓഫീസിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. യോഗത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് സി ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് MK അയ്യപ്പൻ ആംനസ്റ്റി പദ്ധതിയുടെ പ്രത്യേകതകളും നടപടിക്രമങ്ങളും വിശദീകരിച്ചു. MDC രക്ഷാധികാരി A ശിവശങ്കരൻ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ശ്രീകല മോഹൻ, KP സുധാകരൻ, നോവക്സ് മൻസൂർ, കുന്നോത്ത് അബൂബക്കർ, CV ജോസി, CC മനോജ്, PI അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രൊവിഡൻസ് ജൂനിയർ സ്കൂളിൽ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ദീപം തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്കൂൾ പാർലമെന്റിന്റെ ഉദ്ഘാടനവും നടന്നു. ചടങ്ങിൽ LSS വിജയികളായ വിദ്യാർത്ഥിനികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ ലീന തോമസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ലോക്കൽ മാനേജർ സിസ്റ്റർ പൂർണിമ, പ്രധാനാധ്യാപിക സിസ്റ്റർ ധന്യ, PTA പ്രസിഡന്റ് ജിഗിത്, വൈസ് പ്രസിഡന്റ് സുബീഷ്, സ്കൂൾ ലീഡർ അയാഷ ബിനിത്ത് എന്നിവരും സംസാരിച്ചു. വയനാട് ദുരിതബാധിതർക്കുള്ള ധനശേഖരണാർത്ഥം കരുവശ്ശേരി സംഗമം റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ സംഘടിപ്പിച്ച വൺ ഡേ ചാലഞ്ച് എന്ന പരിപാടിയിലൂടെ സമാഹരിച്ച 36,070 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സെക്രട്ടറി ജൂസി ശ്യാമിൽ നിന്നും കോഴിക്കോട് കളക്ടർ ചെക്ക് ഏറ്റുവാങ്ങി. ചടങ്ങിൽ പ്രസിഡന്റ് ബാബു NP, ട്രഷറർ ഷാജു P, അജിത് കുമാർ, KV ധനീഷ്, KP ലക്ഷ്മിപ്രിയ തുടങ്ങിയവരും പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആധുനിക ലോകത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും പരമാവധി കാർബൺ നിർഗമനം കുറയ്ക്കുന്ന ജീവിതം പിന്തുടരണമെന്ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ദുരിതമനുഭവിച്ച് ചെറുകരത്താഴം പ്രദേശവാസികൾ. റിയാദ് ഡയസ്പോറയുടെ റിയാദ് റൂട്ട്സ് റീയൂണിയൻ ഓഗസ്റ്റ് 17 കോഴിക്കോട്ട്. ആറുവരി പാതയ്ക്ക് കുറുകെ അടിപ്പാത ആവശ്യപ്പെട്ടും ഹൈവേ കെട്ടിയടച്ചതിൽ പ്രതിഷേധവുമായി നിസരി ജംഗ്ഷനിൽ ധർണ. 2 വർഷം കൊണ്ട് 2 ഭൂഖണ്ഡങ്ങളിലെ 30 രാജ്യങ്ങളിലായി സൈക്കിൾ യാത്ര പൂർത്തീകരിച്ച് ഫായിസ് അഷറഫ് അലി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.